സെൻട്രൽ ഗവൺമെൻറ് അത്തരം 100 പ്രോജക്റ്റ് കിട്ടിയിട്ട് അതിൽ ഒരാളായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്. എന്താ പ്രോജക്റ്റ് എന്താണ്? ചവിട്ടുനാടക വിജ്ഞാനകോശം. നമ്മളെ കലകളെ പ്രിസർവ് ചെയ്യണം. അപ്പോൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടി കടലോര കലകളുടെ ഒരു മ്യൂസിയം ഉണ്ടാക്കി. ഉടമ്പടി ആസക്തി ഉടമ്പടി ധ്യാനമായിട്ട് ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ സ്വസ്ഥ കാഴ്ചയെടുത്തിട്ടില്ല. അല്ല, നിയമപരമായിട്ട് കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പോകും, അതാ പ്രശ്നം. പക്ഷെ ഉടമ്പടി എടുക്കാൻ താല്പര്യമുള്ളവരെ, അവർ വളരാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ ഒരുക്കി വളർത്തണ്ടേ, ആ ഒരു പോളിസി ഉണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് കൂടുതൽ സമയം ഞാൻ കാണുന്നത് ഉടമ്പടി എടുത്ത് അതിൻ്റെ പോർമയിലൂടെ വരുന്ന ആൾക്കാരെ കാണുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് വെച്ചാൽ നമ്മുടെ കൃപാസന ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അന്നേരമാണ് ഈ ഒരു വിഷയത്തിലേക്ക് അതെന്താ ഫണ്ടിങ് എന്ന് വെച്ചാലേ, ഒരു വിഷയം ഇപ്പം ഗവൺമെൻറ് തന്ന ഫണ്ടിങ്, ഗവൺമെൻറ് ഫണ്ട് തരാൻ കാര്യം എന്താ ജോലി? വഴിയപ്പോഴവർക്ക് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുക, അതല്ലേ പ്രശ്നം. ഗവൺമെൻറ് ഫണ്ട് തരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ രജിസ്ട്രേഷൻ ക്ലിയർ ആയിരിക്കണം, നമ്മുടെ വർക്കിംഗ് റിപ്പോർട്ട് ക്ലിയർ ആയിരിക്കണം. കൃപാസന എന്തിനാ ഗവൺമെൻറ് ഫണ്ട് തന്നത്? ധ്യാനത്തിനല്ല തന്നിരിക്കണതേ. ഞാൻ കഴിഞ്ഞ 36 കൊല്ലം സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കിട്ടിയ ആളാണ് ഞാൻ. സീനിയർ ഫെലോഷിപ്പ് വല്ലതും കിട്ടുക കേരളത്തിൽ ഒരു വർഷം ഒരാൾക്ക് കിട്ടത്തുള്ളൂ. അത് കിട്ടാൻ വേണ്ടി കളക്ടർ, ജില്ലാ കളക്ടർ എൻ്റെ ഡേറ്റ എല്ലാം പരിശോധിച്ച് വെരിഫൈ ചെയ്തിട്ടാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് വിടുന്നത്. സെൻട്രൽ ഗവൺമെൻറ് അത്തരം 100 പ്രോജക്റ്റ് കിട്ടിയിട്ട് അതിൽ ഒരാളായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്. എന്താ പ്രോജക്റ്റ് എന്താണ്? ചവിട്ടുനാടക വിജ്ഞാനകോശം. അത് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഗവൺമെൻറ് തിരഞ്ഞെടുത്ത് സീനിയർ ഫെലോഷിപ്പ് കിട്ടും. അപ്പോഴേ ഗവൺമെൻറ് ഫണ്ട് തരുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് പ്രോജക്റ്റിനാണ് തരണത്. എന്നുവെച്ചാൽ ഗവൺമെൻറ് ചെയ്യേണ്ട ജോലിയല്ലേ, ചെയ്യേണ്ട ജോലിയാണ്. ഇതൊരു നാഷണൽ ഇൻ്റഗ്രേഷൻ ആണ് നമ്മളുടെ ഭരണഘടനയുടെ. ഇപ്പോൾ ടാഗോറിൻ്റെ കാലം മുതൽ അതാണല്ല, നാനാത്വത്തിൽ ഏകത്വമാണല്ല. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരതയുള്ള ബഹുസംസ്കാരമുള്ള രാജ്യത്ത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ, ഓരോ എത്നിക് സൊസൈറ്റിയുടെ സംസ്കാര പൈതൃകങ്ങളെ നിലനിർത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു റിപ്പബ്ലിക് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അത് ഗവൺമെൻറ് എല്ലാം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഞങ്ങളെപ്പോലെ NGOs നോക്കിയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുക. എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്നത് കടലോരത്തെ കലകളും ഇൻക്ലൂഡിങ് കടലോരത്തല്ലാത്ത മാർഗംകളി, റമ്പാമ്പാട്ട് ഉൾപ്പെടെ, പരിചയമുട്ടുകളി ഉൾപ്പെടെ, എൻ്റെ ക്രിസ്ത്യ മേഖലയാണ് എനിക്ക് കൂടുതൽ പരിചയം ഉണ്ടായത്. ഇപ്പം ഞാൻ ചെയ്ത് പൊതുവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കലകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നത് പിന്നീട് ഇല്ലാതെ വന്നില്ലേ? അതെ, പുത്തമ്പാന, അമ്മാനം, ദേവാസ്തവിളി, പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, പരിചയകളി, പരിചയമുട്ടുകളി, ചവിട്ടുനാടകം, ഇത്രയും സാധനത്തിൻ്റെ സംഭവം ഇങ്ങനെ മൺമറഞ്ഞു പോയിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ അച്ഛനായിട്ട് രംഗത്ത് വരണം. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു ദേവിളിയായിരുന്നു. തുമ്പളി ഇരുന്ന സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ തന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ റീക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്? ആ ആശാന്മാർ മരിച്ചു പോകാൻ സാധ്യതയുള്ള എല്ലാ ആശാന്മാരെയും 60 വയസ്സ് തൊട്ട് 90 വയസ്സുള്ള അച്ഛന്മാരെ എല്ലാവരും ഞാൻ ഒരു സ്റ്റേറ്റ് കൺവെൻഷൻ വിളിച്ചു. 94 പള്ളിത്തോട്ടിലെ. അതിന് സിമ്പോസിയം നടത്തി, സെമിനാർ നടത്തി, വർക്ക്ഷോപ്പ് നടത്തിയിട്ട് ഇതെങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു തമിഴായിട്ടുള്ള സംഭവം എല്ലാം മലയാളത്തിലോട്ട് മാറ്റണം, പിന്നെ ഇത് ടൈം ഷോട്ട് ചെയ്യണം. 16 ദിവസമാണ് കളിക്കുന്ന ചവിട്ട് നാടകത്തെ, ഇപ്പം 3 ദിവസം ആക്കിയിട്ടുണ്ട്. അതിന് ഒരു ദിവസം 1 മണിക്കൂറോ അല്ലെങ്കിൽ എവിടെയും ഹാൻഡി ആയിട്ട് കൊണ്ടുപോയി കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഇത് അടുത്ത തലമുറ കൈമാറാൻ പറ്റത്തുള്ളൂ. പിന്നെ അവരെന്നോട് പറഞ്ഞു ഇതെല്ലാം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി യുവജനോത്സവത്തെ മത്സരീനമാക്കണം. അപ്പോൾ അതാണ് സ്ട്രാറ്റജി. അത് കിട്ടി, നമുക്ക് ആ സ്കേമ കിട്ടി. അതനുസരിച്ചിട്ട് ഞാൻ എല്ലാ വർഷവും ഇതിൻ്റെ സെമിനാറുകൾ, ഇതിൻ്റെ പഠനങ്ങൾ, നിരൂപണങ്ങൾ, അന്വേഷണങ്ങൾ പോയി. അങ്ങനെ പോയൊരു പ്രോജക്റ്റിനെ അത് കൃപാസനത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്. അത് കൃപാസനം കൾച്ചർ രംഗകലാപീഠം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് ഇത് വ്യക്തികളുടെ ജീവിത നമ്പരങ്ങളിൽ ഊന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യ ക്ഷേമം ഉണ്ടല്ലോ. ഞാൻ ഹൈക്കോടതി പോയി തീരശോഷണത്തിനെതിരെ കൊച്ചി തുറമുഖം ഉണ്ടാക്കിയ തീരശോഷണമുണ്ട്. 100 കിലോ ഇപ്പം ബെഞ്ചൻ തുറമുഖത്തിൻ്റെ തീരശോഷണം ഇപ്പോഴല്ലേ ചർച്ചയായത്. കൊച്ചി തുറമുഖത്തിന് അത് തന്നെയാണ് സംഭവിച്ചത്. കൊച്ചി തുറമുഖത്തിൻ്റെ ഇതിൻ്റെ അകത്ത് ബ്രിസ്റ്റോ ഈ 1924 തൊട്ട് 40 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ കൊച്ചി തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന 35 കമ്മീഷൻ ചെയ്തതിന് ശേഷം ആണ് ഈ കൊച്ചി തുറമുഖം തൊട്ട് പുറക്കാട് വരെ നമ്മളുടെ ആ 2 കിലോമീറ്റർ വീതിയിൽ 1/2 കിലോമീറ്റർ വീതിയിൽ പുറക്കാട് വരെയുള്ള സ്ഥലങ്ങളും 10,000 കണക്കിന് തെങ്ങുകളും കടലിൽ പോയിട്ടുണ്ട്.
വിഴിഞ്ഞത്തും അത് തന്നെ സംഭവിക്കണത്. എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്ത് ഞാൻ ചാടി വീണെന്ന് കാര്യം 1918 ഞാൻ ഹൈക്കോടതി പോയത്, 2018 ഞാൻ ഹൈക്കോടതി പോയതാണ്. എന്തിനാണ് കാര്യം? കൊച്ചി തുറമുഖമാണ് ഇന്ന് തീരത്തെ ആലപ്പുഴ കൊച്ചി തീരദേശങ്ങളിൽ ഞങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് തകരാൻ കാര്യം, ഞങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക സോഴ്സുകളും നശിക്കാൻ കാരണം, ഞങ്ങളുടെ വീടുകളെല്ലാം നശിക്കാൻ കാരണം, ഞങ്ങൾ ഇന്ന് ഈ രീതിയിലേക്ക് കഥ പതിക്കാൻ കാരണം ഞങ്ങൾ ഇരകളാണ്. ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ കൊച്ചി തീരദേശമുള്ളവർ ഇരകളാണ്. ഇപ്പം ചെല്ലാനത്ത് നമ്മൾ 300 കോടി മുടക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയില്ല. നഷ്ടപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ളത് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. നഷ്ടപ്പെട്ടതിന് ആര് പരിഹാരം ചെയ്യും? സോ ഈ ഗവൺമെൻറ് അതിൻ്റെ ഒരു ഇതിൻ്റെ അകത്ത് ഒരു ഹാർബർ ഉടമ്പടിയുണ്ട്. വിഴിഞ്ഞത്ത് ഉടമ്പടി പോലും ഇല്ലെന്ന് ഓർക്കണം. അതായത് ഇതിനൊരു മര്യാദക്ക് സത്യസന്ധമായ കാര്യങ്ങൾക്ക് ബ്രിസ്റ്റോയും അന്നത്തെ മദ്രാസ് ഗവർണറും അന്നത്തെ തിരുവിതാംകൂർ രാജാവും അവരുടെ ഭരണമായിരുന്നില്ല, അവർ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ബാബുപോളിൻ്റെ പുസ്തകം 1987 എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്, അതായത് ക്യൂൻ സ്റ്റോറി എന്നും പറഞ്ഞു. ആ പുസ്തകത്തിൽ ഈ ഹാർബർ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ തുറമുഖം കൊണ്ട് എന്തെങ്കിലും കുഴപ്പം ഭാവിയിൽ ഈ പ്രജകൾക്കുണ്ടാകണമെങ്കിൽ ഗവൺമെൻറ് നഷ്ടപരിഹാരം ചെയ്തോളാമെന്ന് ഹാർബർ ഉടമ്പടി. അത് ഇന്ന് വരെ പാലിച്ചിട്ടില്ല. നഷ്ടപരിഹാരം ആരും കിട്ടിയില്ല. നശിച്ചവൻ വീണ്ടും തന്നെ രാജ്യം വിട്ടു പോയവരുണ്ട്, അവിടെ തന്നെ വീട് സ്ഥലം നശിച്ചിട്ട് വെറും തെണ്ടികളായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇതെല്ലാം വിക്ടിംസ് ഓഫ് ദിസ് ഡെവലപ്മെൻ്റ് ആണ്. അതിന് ഞങ്ങൾക്ക് റെമ്യൂണറേഷൻ കിട്ടണം എന്ന് പറഞ്ഞാണ് ഞാൻ ഹൈക്കോടതി പോയത്. അതെന്താണ്? വ്യക്തികളുടെ ജീവിത അപകടം തോന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യ ക്ഷേമത്തിനും. 1989 കൃപാസനം രൂപപ്പെട്ട് വന്ന കാലത്ത് ഉണ്ടായിരുന്ന സാമൂഹ്യക്ഷേമം അന്നെല്ലാം പ്രവർത്തിച്ചത് റോഡ്, സ്ഥലം ഉണ്ടാകാനും അതുതന്നെ ലഹരിക്കെതിരെയും. ഞാൻ മൻമോഹൻ സാറിൻ്റെ ടീം ഇതിൽ NP മുഹമ്മദിൻ്റെ ഇതിൽ ഞാൻ മദ്യനിരോധന സമിതിയിലെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. എത്രയോ ഷാപ്പിൽ 7 ഷാപ്പിൽ സമരമൊക്കെയാണ് ഒരു കാലത്ത് നടത്തിയിരുന്നത്. അതെല്ലാം സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ജോർജ് എന്നോട് ചോദിക്കണത്, ഇപ്പം ഞാൻ ഹൈക്കോടതി വിധി ഉണ്ടായല്ലോ, നമുക്ക് അനുകൂലമായിട്ട് വിധിച്ചല്ലോ. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞ് അനുകൂലമായിട്ട് ആർട്ടിക്കിൾ 21 കോട്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞ് അനുകൂലമായിട്ട് വിധിച്ചു ഹൈക്കോടതി. ഈ ഇപ്പോഴിരിക്കുന്ന ചീഫ് ജസ്റ്റിസ്. എന്നിട്ട് ഈ ഒരു കൊല്ലം ഗവൺമെൻറ്റിനെ കൊടുത്ത് ഗവൺമെൻറ് ചെയ്തില്ല. അതിന് വേണ്ടി ഞാൻ വീണ്ടും ഇതിന് ക്വാർട്ടർ ലക്ഷം കൊടുത്തിട്ടുണ്ട്, ഫയൽ സ്വീകരിച്ചത്. അത് സാമൂഹ്യക്ഷേമ പ്രവർത്തനമാണ്. ജോർജ് ഇപ്പം എന്നോട് ചോദിക്കുന്നത് സാംസ്കാരിക പ്രവർത്തനമാണ്. സാംസ്കാരിക പ്രവർത്തനത്തിൽ ഈ ചവിട്ട് നാടകം, എല്ലാ കളരികളും അതായത് വീണു പോകുന്ന എല്ലാ കളരികളും പുനരുജ്ജീവിപ്പിച്ചു. എല്ലാത്തിനും ആശാമാരെ വെച്ചു, അവർക്ക് സ്റ്റൈഫൻഡ് കൊടുത്തു. ഈ ആശാമാർക്ക് എല്ലാം പെൻഷൻ. ഇപ്പം ഞാൻ ഗവൺമെൻറ്റിനെ വിമർശിക്കുമ്പോഴും ഗവൺമെൻറ് തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഗവൺമെൻറ് തന്ന പണമാണല്ലോ. അത് ഒരു തരത്തിലും ഈ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. ആത്മീയ പ്രവർത്തനമായിട്ട് ബന്ധമില്ലല്ലോ അതിനെ. അത് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ എങ്ങനെ കൃപാസനം എങ്ങനെ മുമ്പോട്ട് പോകുന്നു സാമ്പത്തികമായിട്ട്? അല്ല, എന്താ മുന്നോട്ട് പോകുന്നത്? അതായത് ഈ സാംസ്കാരിക പ്രവർത്തനം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. എന്താ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അത് ഇപ്പം തോമസ് ഐസക്കാണ്. എന്നെ ശരിക്കറിയാവുന്ന ആൾ തോമസ് ഐസക്കാണ്. കാര്യം അദ്ദേഹത്തെ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് തീരദേശത്ത് വന്നപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെക്കുറിച്ച് ഇഷ്ടമായിരുന്നു. അതിൻ്റെ സാമൂഹ്യ പഠനങ്ങളെക്കുറിച്ച്. സാധാരണ ഒരു ബേസിക് പാർട്ടിക്കാരനല്ല, കുറച്ച് സ്കോളർലി ലെവലായിട്ട് കാര്യങ്ങളെ കാണുന്ന ആളായതുകൊണ്ട് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ നമ്മുടെ ES ജോസാണ്. ES ജോസ് എറണാകുളത്ത് ഒരു വലിയൊരു ബിസിനസ് മാനുണ്ട്. അദ്ദേഹമായിരുന്നു പണ്ട് കൃപാസനത്തിൻ്റെ ഒരു സ്പോൺസറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട് ആ കാലങ്ങളിൽ. മാർപ്പാപ്പ അടുത്തൊക്കെ കൃപാസനത്തിന് വേണ്ടി പോയത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് വന്നത്, തോമസ് ഐസക്കാണ്, ഭാവിയുള്ള ആളാണ്, അച്ഛൻ ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനുശേഷം അടിക്കടിയാണ് തോമസ് ഐസക് കയറി സ്റ്റേറ്റ് ഫൈനാൻസ് മിനിസ്റ്റർ ആയില്ലേ. അത് എൻ്റെതാണെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ്. പിന്നെ ഞാൻ പുള്ളിയുടെ കൂടെ ചേർന്ന് നിന്നു എന്നുള്ള കാര്യമൊക്കെ സത്യമാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ കോഴ്സ് തെറ്റുമ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ച് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് മണിക്കൂറുകൾ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ സഭയിലുണ്ടാകുന്ന ഇഷ്യൂ ആയാലും ഡിസ്കസ് ചെയ്യും. സ്വതന്ത്രമായിട്ട് ഡിസ്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ, ഈ ആധ്യാത്മികതയും ഇപ്പം അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു 10 ലക്ഷം ഇല്ലേ, 25 ലക്ഷം. അനിയുടെ കാലത്ത് കാശ് കിട്ടിയിട്ടില്ല. അത് രേഖ മാത്രമേ ഉള്ളൂ, കാശ് കിട്ടിയിട്ടില്ല.
പക്ഷേ KC വേണുഗോപാലിൻ്റെ കാലത്ത് എനിക്ക് 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. MP ഫണ്ടിൽ നിന്ന് KC വേണുഗോപാൽ 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയം ചെയ്യാൻ വേണ്ടിയാണ്. ഈ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. സാംസ്കാരിക സ്ഥലത്തിലെ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിസർവേഷൻ ചെയ്യേണ്ടേ. നമ്മളെ കലകളെ പ്രിസർവ് ചെയ്യണം. അപ്പോൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടി കടലോര കലകളുടെ ഒരു മ്യൂസിയം ഉണ്ടാക്കി. എൻ്റെ ഓഡിയോ ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും കൃപാസനത്തിൽ ആ മ്യൂസിയം നിൽപ്പുണ്ട്. ആൾക്കാർ കയറി കാണുകയും ചെയ്യുന്നുണ്ട്. ആവശ്യപ്പെട്ട് വരുന്നവരെല്ലാം കയറി കാണുന്നുണ്ട്. പക്ഷേ ആ മ്യൂസിയം ഉണ്ടാക്കിയപ്പോൾ നമുക്കറിയാം, ഒരു മ്യൂസിയവും അതിൻ്റെ അകത്ത് ഒരു ഉടുപ്പിന് 60,000 രൂപയാണ് വരാം. എത്ര ചവിട്ടുനാടക, എല്ലാ ചവിട്ടുനാടകത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ എല്ലാ ചവിട്ടുനാടകം, പുത്തമ്പാന്, അമ്മാന്, ദേവസ് എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് റെഡിയാക്കി. അതിനാണ് ഗവൺമെൻറ് കാശ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ദെയർ ആൻഡ് പീപ്പിൾ ആർ യൂസിങ് ഇറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതൊക്കെ, അതായത് ഒരു ധ്യാനഗുരുവും സാമൂഹ്യ പ്രവർത്തകനും ഒരു സാംസ്കാരിക പ്രവർത്തനവും ധ്യാനഗുരുവിന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? ഞങ്ങളൊക്കെ കുമ്പസാരിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലേ, സ്വന്തം കാശ് പോലും സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, പിന്നെയാണ് സർക്കാരിൻ്റെ കാശ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിന് ഇവരിങ്ങനെ വലിയിടത്തു നിന്നൊക്കെ വല്ല അപവാദമൊക്കെ പറയുമ്പോഴും ഗവൺമെൻറ്റിന് കാര്യങ്ങൾ അറിയാമല്ലോ, ദേ ആർ സീയിങ് ഇറ്റ്. ഇപ്പോൾ തോമസൊക്കെ ഒരു സംബന്ധിച്ച് ഒരു 2016 ഇതിന് പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ ഭയങ്കര ആധ്യാത്മിക തിരക്കാണല്ലോ. അപ്പോൾ അതൊക്കെ സമൂഹത്തിന് സാംസ്കാരികത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞ് രക്ഷപ്പെടുത്താം, നമുക്ക് വേറെ സ്ഥലം കണ്ടെത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ തോമസൊക്കെ പറഞ്ഞ് ദാറ്റ്സ് ഓക്കെ, സ്ഥലം കണ്ടെത്തിയ ഗവൺമെൻറ് ലെവലിൽ ഫണ്ട് ചെയ്യാവുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കാര്യം എൻ്റെ കയ്യിൽ 30 കൊല്ലത്തെ ചരിത്രം ഉണ്ടല്ലോ. ഞാനിവിടുത്തെ ഈ വെയിലത്ത് മഴയത്ത് വന്ന് തകരയില്ലല്ലോ. 30 കൊല്ലം എൻ്റെ കയ്യിൽ അട്ടിക്കണക്കിന് ചരിത്ര ആക്ടിവിറ്റി റിപ്പോർട്ടുണ്ട് എൻ്റെ കയ്യിൽ. അത് വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്, ഗവൺമെൻറ് രേഖകളുണ്ട്, ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അത് മാസം വർഷാവർഷം ആക്ടിവിറ്റി റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യണ്ടേ, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. എനിക്കിത് കിട്ടൊക്കെ പോയി എനിക്കൊരു 5 കോടി രൂപ ഗവൺമെൻറ് തരേണ്ടതാണ്. കാര്യം നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത്. ആ ലൈഫ് ഇപ്പം തന്നെ ഇപ്പം ശരിക്കണ കെട്ടണം എന്താണ്, എൻ്റെ കുടുംബത്തിലെ ഓഹരി, എൻ്റെയും പെങ്ങളുടെയും ഓഹരി. 2 പെങ്ങന്മാരുണ്ട്, ചേച്ചിയുണ്ട്, സിസ്റ്റർ ചേച്ചിയുണ്ട്, കന്യാസ്ത്രീ ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഓഹരിയും എൻ്റെ പെങ്ങളുടെ, എൻ്റെ താഴെയുള്ള പെങ്ങളുടെ ഓഹരിയും എൻ്റെ ഓഹരിയും, ഞങ്ങളുടെ ആ കുടുംബ സ്വത്ത് അവരെനിക്ക് എഴുതി തന്നിട്ട്, അതാണ് ഇപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടിരിക്കണമെങ്കിൽ ഇന്നലെ സൗജന്യമായിട്ട് കൊടുത്തത്. അത് ഗവൺമെന്റ് ഈ സാംസ്കാരിക ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ട്. തോമസ് പറഞ്ഞ് വേറെ സ്ഥലം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ്, വേറെ സ്ഥലം കണ്ടുപിടിക്കണമെങ്കിൽ 2 കോടി രൂപ വേണം. അത് കിട്ടാൻ മാർഗമില്ല. അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് തന്നെ കൊടുക്കാം, ആ സ്ഥലം തന്നെ എൻ്റെ അപ്പൻ ഉണ്ടാക്കിയതാണ്. അപ്പൻ എത്രയോ കാലം കഷ്ടപ്പെട്ട് കാല് തേഞ്ഞ് ഉണ്ടാക്കിയ സംഭവമാണ്. ആ സംഭവമാണ് അത്. എൻ്റെ പെങ്ങളും അത്ര ഒരു നല്ല നിലയിലല്ല, അവർ സാധാരണ ആൾക്കാരാണ്. ഞങ്ങളപ്പോൾ എല്ലാം ഒരു മിഡിൽ ക്ലാസ് കുടുംബങ്ങളാണ്, അതിനേക്കാൾ താഴെയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് പൈസക്ക് ആവശ്യം ഇല്ലാഞ്ഞിട്ടല്ല, ആ സ്ഥലം വിറ്റ നല്ല റോഡ് സൈഡല്ലേ, 2 കോടി രൂപ കിട്ടും. പക്ഷേ എൻ്റെ പെങ്ങൾ സഫർ ചെയ്തു, എൻ്റെ മൂത്ത പെങ്ങൾ സഫർ ചെയ്തു. എന്നോട് പറഞ്ഞു അപ്പം അച്ഛൻ കൊടുക്കണതിൽ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ലെന്ന് പറഞ്ഞ് എഴുതി തന്നെ, എനിക്ക് ഒഴിവ് എഴുതി തന്നെ. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലം ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിന് കൊടുക്കണം. അധികം ആർക്കും അറിയാത്തൊരു ത്യാഗമാണ് ശരിക്കും. അത് ഇത് ചെയ്യാൻ വേണ്ടി കമ്മിറ്റ്മെൻ്റ് ആണത്. അപ്പോഴേ അവിടെയാണ് ഗവൺമെൻറ് 50 ലക്ഷം അന്നത്തെ ബഡ്ജറ്റിൽ 50 ലക്ഷം രൂപ അനുവദിച്ചു. പക്ഷേ ജോർജ് ഒന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ ഇവിടെ സ്കൂള് എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് 1.25 കോടി രൂപയായി. ഇനി ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് എന്താണ്, കൃപാസനത്തിൻ്റെ ആൾക്കാർ എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഫൈനാൻസ് സോഴ്സ് എന്ന് പറഞ്ഞതാണ്. പക്ഷേ കൃപാസനത്തിൻ്റെ ആൾക്കാർ എന്ന് വെച്ചാൽ ഞാനൊരു മനുഷ്യൻ്റെ ഒന്ന് കാശ് വയ്ക്കുമോ, എൻ്റെ വീഡിയോ കിട്ടുമോ, ഞാൻ ആൾക്കാരുടെ കാശ് ചോദിക്കണത്. സ്വസ്ത്രക്കാഴ്ച പോലും എടുക്കാത്ത സ്ഥലമാണത്. കൃപാസനത്തിൽ സ്വസ്ത്രക്കാഴ്ച എടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് ഉടമ്പടിക്ക് മുമ്പ് 2015 വരെയാണ് ഉടമ്പടിയുടെ കാലം തുടങ്ങുന്നത്, മാതാവ് തന്നത്. അതിനുശേഷം സ്വസ്ത്രക്കാഴ്ച എടുത്തിട്ടില്ല. ഉടമ്പടി ധ്യാനമായിട്ട് ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ സ്വസ്ത്രക്കാഴ്ച എടുത്തിട്ടില്ല. എടുക്കാത്തതിൻ്റെ കാരണമുണ്ട്. ഒന്നാമത്തേൽ എടുക്കാൻ വേണ്ടി മാതാവ് നമുക്കങ്ങനെ നമുക്കൊരു ഉള്ളിൽ തോന്നുന്നില്ല. നമുക്ക് ഉള്ളിൽ തോന്നാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ദൈവം ഇന്നുവരെ അങ്ങനെ തോന്നിച്ചിട്ടില്ല. അത് കാരണം എനിക്ക് ഞായറാഴ്ച പോലും ഞങ്ങൾക്ക് ന്യായമായിട്ട് എടുക്കാൻ സ്വസ്ത്രക്കാഴ്ച. ഞായറാഴ്ച ഒരു 2000 ആളൊക്കെ ഒരു കുർബാനയ്ക്കുണ്ട്. അങ്ങനെ എടുക്കണതിന് ഒരു കുഴപ്പമില്ല, സഭയുടെ നിയമം ഉള്ളതാണ്.
അപ്പോഴും മനസ്സിൽ പരിശുദ്ധാത്മാവ് സ്വസ്ഥക്കാഴ്ച എടുക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു നോട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് എടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എങ്ങനെ ഈ കാശൊക്കെ കാര്യങ്ങളെങ്ങനെ നടക്കുക? കാര്യങ്ങളെന്ന് വെച്ചാൽ സാമ്പത്തിക വിഷയം സംസാരിക്കത്തില്ല, ആൾക്കാർ സംസാരിക്കാൻ പാടില്ലെന്നാണ്. അത് ഇപ്പോഴല്ല, ഞാൻ കടലോരം നടത്തിയ കാലത്ത് പോലും എനിക്ക് വേണമെങ്കിൽ എന്നെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വെച്ചാൽ കടലിൽ കൺവെൻഷൻ നടത്തുകയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ജനറേറ്റർ 3 ജനറേറ്റർ വലുത് വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഈ ആൾക്കാർ വന്ന് ഞാൻ ഇന്നാളെ പറഞ്ഞതല്ലേ അത്, അതായത് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ കാശ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഓരോ വള്ളക്കടിക്കത് ഞാൻ ചെന്നാൽ മതിയല്ലേ, ബൈ പേഴ്സൺ ചെന്നാൽ കാശ് കിട്ടുമില്ല ഇല്ലേ. കൃപാസനത്തിൽ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആർക്കടുത്ത് പോയിട്ട് ഒരു മനുഷ്യടുത്ത് പിരിഞ്ഞു പോയിട്ടില്ല. വേണ്ട, ഒരു പള്ളി പണിയാണ്, ഇടവക പള്ളി പണിയണമെങ്കിൽ ഇടവക്കാട് ചുമതലല്ലേ. അത് ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞ ഇല്ലേ അനുഭവം. ദിസ് ഇസ് ദ ഫൈനാൻസ് പോളിസി. അപ്പോൾ പിന്നെ ഉദിക്കണ പ്രശ്നം കാശ് എവിടെ നിന്ന് കിട്ടണമെന്നാണ്. അതായത് ഒരു കാര്യം വ്യക്തമാണ്, എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ കോടിക്കണക്കിന് കാശുണ്ട്. അമ്മ മാതാവിൻ്റെ വിഷയം തന്നെ അവർക്ക് വീഞ്ഞില്ലെന്ന് പറയണതാണ്. അപ്പോഴേ ഒരു ചെറിയ അനുഭവം പറയാം, അപ്പോൾ ബാക്കി എല്ലാം മനസ്സിലായിക്കോളും. കോവിഡിന് അടച്ച്, കൃപാസനം അടക്കുമ്പോൾ ജനമൊക്കെ ഇങ്ങനെ കണ്ണീരോട് വന്ന് പുറത്ത് ഇങ്ങനെ തേങ്ങി നിൽക്കും. മാതാവ് നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് തുറക്കാൻ പറ്റിയില്ല. പോലീസ് പ്രാവശ്യം അടിച്ചു ഓടിച്ചവരാ, പാരക്കുളം SCI വന്ന് അടിച്ചു ഓടിച്ച ഒരു കാലം വരുന്നത്. പക്ഷെ അപ്പോഴും ഞങ്ങൾ രാവിലെ കൃപാസനത്തിൻ്റെ ഗേറ്റിങ്ങ ചെല്ലുമ്പോൾ 25,000 രൂപയുടെ കെട്ട്, 50,000 രൂപയുടെ കെട്ടൊക്കെ ഇട്ടേക്കും. കോവിഡിന്റെ സമയത്ത് കോവിഡിൻ്റെ മൂർധന്യത്തിൽ എന്ന് വെച്ചാൽ കൃപാസനത്തിൽ ഭക്ഷണമില്ല, പൈസ ഇല്ല. സ്റ്റാഫിന് ഞാനെല്ലാം കീപ്പ് ചെയ്യുമായിരുന്നേ. കാര്യം സ്റ്റാഫിന് 52 സ്റ്റാഫുണ്ട്. ഇപ്പം തന്നെ ഒരു 20,000 രൂപ 23,000 രൂപ താഴേക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന സാലറി, സ്റ്റൈഫൻഡ്, സസ്റ്റനൻസ് അങ്ങനെയാണ്. ഇപ്പം പുതിയ ആൾക്കാർക്ക് സസ്റ്റനൻസാണ് കൊടുക്കുന്നത്. സസ്റ്റനൻസ് എന്ന് പറയുമ്പോൾ 8,000 രൂപ വരും. അപ്പോൾ ഇവിടുത്തെ പ്രേക്ഷക പ്രവർത്തനത്തിന് വെറുതെ കയറ്റി നടത്തിയിരിക്കണം എല്ലാം ശരിക്കും അപ്പം ഇതിനൊക്കെ കാശ് വേണ്ടേ? ഞങ്ങളുടെ പോളിസി ആണെങ്കിൽ ആൾക്കാരോട് ചോദിക്കത്തില്ലല്ല. പിന്നെ എന്താ ചെയ്യണത്? ജനം ആവശ്യത്തിന് തരും. അത് വെച്ചാൽ ഈ ചോദിക്കാതെ തന്നെ 25,000 രൂപയുടെ കെട്ടൊക്കെ ഇതിൻ്റെ മുകളിൽ എറിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു ഇതിനോടുള്ളൊരു അതായത് ഞാൻ പണ്ട് 2018 ഇവരെ എന്നെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചൊരു കാലമുണ്ട്, ട്രോൾ എഴുതി. അപ്പോഴും ഞാൻ ആരോടത്ത് സൗമ്യതയോടെ സംസാരിച്ചിരിക്കണം. ഞാൻ പറയും, ഞാൻ ട്രോളിന് മറുപടി പറയേണ്ട കാര്യം നമുക്കില്ല. കാര്യം ഓരോരുത്തരുടെ നിരീക്ഷണങ്ങൾ അവർ ചിലപ്പോൾ തെറ്റാണെങ്കിൽ അവർ ഭാവിയിൽ തിരുത്തിക്കൊള്ളുക, നമുക്ക് പ്രശ്നമൊന്നുമില്ല അതിൻ്റെ അകത്ത്. പക്ഷെ അതല്ല പ്രശ്നം. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും 2018 ഞാനൊന്ന് പറയുമായിരുന്നു, നിങ്ങളിങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ നമ്മുടെ എക്സിക്യൂട്ടീവ്സൊക്കെ ഉണ്ടല്ല, അവർ ജനറൽ ബോഡിയൊക്കെ ഉണ്ട്, അവരോട് പറയുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് നമുക്കൊരു പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ അച്ഛനായ കാലം മുതൽ ഉള്ള ജനബന്ധമില്ലേ, എല്ലാ മേഖലകളിലും ഉള്ള ജനബന്ധമില്ലേ. അപ്പോൾ ജനബന്ധം ഉള്ളത് കാരണം എന്നെ ജനങ്ങൾക്കറിയാം, കൃത്യമായിട്ടറിയാം. ട്രോളണവർ ചിലപ്പോൾ ഈ ജില്ലക്കാർ പോലും അല്ല, എന്നെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും കാണത്തില്ല. അപ്പോൾ ഈ കൃപാസനം എന്ന ശുശ്രൂഷയിലൂടെ 10,000 മനുഷ്യർ ക്രിസ്തുവിനെ അറിയുകയും ജീവിതത്തിൽ അവരുടെ തീ കടൽ നീന്തി കടന്നിട്ടുണ്ട്. അവർ രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ അവരോട് നിങ്ങൾ കൃപാസനം ഒന്ന് പ്രാർത്ഥിച്ചതല്ലേ ഇപ്പം ഒരു മനുഷ്യൻ പറ അച്ഛനങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന്. ഞാൻ തന്നെ നിൽക്കണത് പബ്ലിക്കായിട്ടാണ് നിൽക്കണത്, ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരല്ലേ നിൽക്കണത്. ആർക്കും എന്നെ പ്രൈവറ്റായിട്ട് വന്ന് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല, പ്രൈവറ്റായിട്ട് കാണാനോ കാശ് തരാനോ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം പബ്ലിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് അവിടെ സംഭാവന എന്ന് പോലും എഴുതി വെച്ചിട്ടില്ല. വേണ്ടല്ലേ, ഞങ്ങൾ 2 അച്ഛന്മാർ അവിടെ ഉണ്ട്, ഞാനുണ്ട്, പ്രഭു അച്ഛനുണ്ട്, നേരത്തെ അലക്സാണ്ടേഴ്സിനുണ്ടായിരുന്നു. പിതാവ് നിശ്ചയിക്കുന്ന അച്ഛന്മാരല്ല അസിസ്റ്റൻ്റായിട്ട് വരണത്. അതുകൂടാതെ 10 അച്ഛന്മാർ വേറെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, 6 സിസ്റ്റേഴ്സ് ഉണ്ട്. ഇത്രയും ആൾക്ക് അപ്പം ഞങ്ങൾ കൂടാതെ ഇത് കൂടാതെ 40-45ഓളം പ്രേക്ഷിതരുണ്ട്. ഇവരെല്ലാവരെയും അവിടെ ഭക്ഷണമെല്ലാം വേണം, അവിടെ താമസം, അവർക്ക് സാലറി എല്ലാം വേണം. എങ്ങനെയാലും 6 ലക്ഷം രൂപ കൃത്യമായിട്ട് മാസം വേണം, ചിലവ് വേണം. അതായത് കറണ്ട് ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു 6-7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ വരും.
അപ്പോൾ ഈ പൈസ എങ്ങനെ കിട്ടണത്? ഞങ്ങൾക്ക് വേണമെങ്കിൽ കുർബാന പണം സ്വീകരിക്കുന്ന സ്ഥലം 10 അച്ഛന്മാരുണ്ടല്ലോ ഇവിടെ, അങ്ങനെ എഴുതി വെക്കാവില്ല. എഴുതി വെച്ചില്ല. എന്തുമാത്രം 10,000 കുർബാന കിട്ടും. എഴുതി വെക്കത്തില്ല. നാളെ കാലങ്ങളിൽ ഇതിൻ്റെ ചാർജ് എടുക്കുന്ന അച്ഛന്മാർ ചിലപ്പോൾ എഴുതി വെക്കുമായിരിക്കും. എന്നോട് ഈശോ പറഞ്ഞിട്ടില്ല എഴുതി വെക്കണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജനം സഹായിക്കുന്നുണ്ട്. നമ്മൾക്കൊരു ഫോറിൻ കണക്ഷനും ഇല്ല, വേറെ ആൾക്കാർക്ക് ഒന്നുമില്ല. നമ്മളെ പൈസ ചോദിക്കുകയോ അല്ലെങ്കിൽ NRIക്കാതിന് എന്തുമാത്രം വരുന്നുണ്ട് അവിടെ. അല്ല അതന്നെയല്ല, ഈ നേഴ്സുമാരൊക്കെ NRI എന്തുമാത്രം നേഴ്സുമാരാണ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു പോയിരിക്കണത്. ആർക്കെങ്കിലും ചോദിക്കാവില്ല. മാനേജറിനെ ഞങ്ങളുടെ അത് സത്യസന്ധ ഒരു മാനേജറിനെ വെച്ചിരിക്കണത്, ജനറൽ മാനേജറിനെ. അതായത് ഈ വിഷയമല്ല, അവർ വന്ന വിഷയമല്ല, അതാ സാമ്പത്തികമായിട്ട് ഒരു രക്ഷ മിണ്ടത്തില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുമ്പോൾ ഈ മാതാവിനൊരു മുറി എന്നൊക്കെ പറഞ്ഞൊരു അത് ഭയങ്കര അത് വിവാദമാക്കാൻ നോക്കിയ ആൾക്കാർ. അതെന്താ വെച്ചാലേ അത് അറിയണത് നല്ലതാണ്. എന്നുവെച്ചാൽ ആൾക്കാർ ഒത്തിരി പേര് വരുമല്ല, തീർത്ഥാടകര്, പന്നര, മറ്റ് ജില്ലകളിലുള്ളവരും, ജില്ലയല്ല സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ വരും. കാസർഗോഡും കോഴിക്കോടൊക്കെ ട്രിവാൻഡ്രമൊക്കെ വന്നവർ വണ്ടിക്ക് വന്ന് പോവുകയാണ്. അല്ലാത്ത ആൾക്കാർ ട്രെയിനിലൊക്കെ വരത്തില്ല. വരുമ്പോൾ അവർക്ക് ഇവിടെ ഒന്നും ഒരു പരിചയമില്ല. കൃപാസനത്തിനെ ആദ്യം കാണുകയാണ്. അപ്പോൾ ഇവരൊക്കെ 2 മണി രാത്രിക്കൊക്കെ വരുമ്പോഴേ ഇത് വീടുകളിലൊക്കെ പോയി ഒന്ന് കിടത്തുവോ, ഞങ്ങളൊന്ന് താമസിക്കട്ടെ. അവർക്ക് വീട്ടുകാർക്കറിയാവാ ഇവരാരാണെന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് ഇന്നാളെ ഒരു ഭയങ്കര പ്രശ്നം വെച്ചാൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ 8 പേര് ആ വീട്ടിലുണ്ട്. ഒരു കക്കൂസാണ് ഉള്ളത് ആ വീട്ടിൽ. അപ്പോൾ അവരത് പറഞ്ഞു പറ്റത്തില്ല. പിന്നെ എവിടെ കിടക്കും, ഈ യാത്രയും കഴിഞ്ഞ് രാത്രി തന്നെയല്ലേ. അപ്പോൾ അവർ മുകളിൽ, ഇപ്പോൾ എനിക്കാണ്, ഞങ്ങൾക്കാണെങ്കിൽ ലേഡീസിനെ താമസിപ്പിക്കാൻ അനുവാദമില്ല. ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് ലേഡീസിനെ കൃപാസനത്തിൽ താമസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പിതാവ് ചിലപ്പോൾ ഐഡിയ മാറ്റുമായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് ഇവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ, ഞങ്ങളുടെ ശുശ്രൂഷകർ തന്നെ അകലെയുള്ള അക്കോമഡേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതേസമയം തന്നെ ഇങ്ങനെയുള്ള തീർത്ഥാടകരെയും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു തരാം, ഞങ്ങൾ കെട്ടിടം പണിഞ്ഞു തരാം, ഞങ്ങൾക്ക് ഇത് അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറയും, ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ എങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കും. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വന്നത്. ഞാൻ പറഞ്ഞു അത് ശരി, അങ്ങനെയാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 കൊല്ലത്തേക്ക് ഫ്രീ ആയിട്ട് തരാം. അങ്ങനെയാണ് അമ്മയ്ക്കൊരു ഭവനം, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറിയെന്ന്. പക്ഷേ ആൾക്കാർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് സ്ഥലത്ത് 4 കോടി രൂപയായി. അപ്പോൾ 4 കോടി രൂപ എന്ന് വെച്ചപ്പോൾ നമുക്കറിയാം, 4 കോടി രൂപ ഒരു സെൻറ്റിന് 4 ലക്ഷം രൂപയാണ്. ആ 4 ലക്ഷം രൂപ അവർ ചോദിച്ച് 4 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു. അല്ല അതിൻ്റെ അകത്ത് വേറെ പ്രമാണ ചെലവും പരിപാടികളൊന്നുമില്ല, വേറെ കൊച്ചു പരിപാടി എന്ത് കറക്റ്റ്. അപ്പം അവിടെ തന്നെ നിയമപരമായിട്ട് കറക്റ്റായിട്ട് തന്നെ പോയി. അല്ല നിയമപരമായിട്ട് കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പോകും. അതാണ് പ്രശ്നം. അവിടുത്തെ നമ്മുടെ ഈ ജനങ്ങളുടെ അവിടെ നല്ല വാക്ക് പറഞ്ഞാലും മോശം വാക്ക് പറഞ്ഞാലും കുറച്ച് മുമ്പ് ചത്തുപോകും. ആത്മാവിന് മരണമില്ലല്ല. അപ്പം നമുക്ക് അവിടെ കൃത്യമായിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആത്മാവ് ഇറങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യണത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ആ സ്ഥലത്ത് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് കാശ് മുടക്കയില്ല. ഭാവി ചിലപ്പോൾ ദൈവം ആൾക്കാരൊക്കെ സഹായിച്ചൊക്കെ ഉണ്ടാകുമായിരിക്കും. ഇപ്പം എന്നാ അതുകൊണ്ട് ആൾക്കാർ ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് അവർക്ക് മുറികൾ വർക്ക് തുടങ്ങി, അവിടെ തുടങ്ങി. അത്രയേ ഉള്ളൂ. ആൾക്കാർക്ക് എന്തും പറയാമല്ലോ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. ഇവർ സാക്ഷ്യത്തിൽ പറയുമ്പോഴാണ് അറിയണത് ഇവർ നടിയാണെന്നുള്ള കാര്യം അറിയണത്. എൻ്റെ ഈ കാര്യത്തിൽ എനിക്ക് സാക്ഷരത കുറവാണ്. എല്ലാ മനുഷ്യർക്കും പ്ലസ്സും ഉണ്ടാവും മൈനസും ഉണ്ടാവും. ഈശോയെ സംബന്ധിച്ചിടത്തോളം പ്ലസ്സിനെ ഊതിക്കത്തിക്കുകയാണ്, മൈനസിനെ അഡ്രസ്സ് ചെയ്യത്തില്ല. മിഷന് വേണ്ടി കർത്താവ് ക്രമീകരിച്ച ക്രമീകരണങ്ങളുടെ ഒരു കാവൽക്കാരൻ മാത്രമാണ് ഞാൻ. ഒരു രോഗം വന്ന വൈദികനെ വെച്ചിരിക്കുന്നത് കർത്താവാണ്. അതനുസരിച്ചിട്ട് വൈദ്യൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് കർത്താവിൻ്റെ സൗഖ്യമാണ്.